ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശരവണന് എന്താ വേണ്ടേ? ശരവണനോ? ഞാൻ പറയാം. ശരവണന് വേണ്ടത് ഒരു കല്യാണവാ. അല്ലേ സുജാതെ? അത് വേണമെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇല്ലയോ? പോങ്ങ സാർ, എനിക്ക് കല്യാണം ആദ്യം ഇതൊന്നും വേണ്ട. എന്താണാവോ അവൻ ഉദ്ദേശിച്ചത്? വെല്ലുവിളിയുടെ അർത്ഥം കൃത്യമായിട്ട് എനിക്കങ്ങ് മനസ്സിലായില്ല. തനിക്ക് മനസ്സിലായോ? മോള് എന്ന് കണ്ട് പേടിക്കണ്ട കേട്ടോ. അച്ഛനും അമ്മയെ അപ്പൂപ്പനും അമ്മൂമ്മയുടെ അടുത്ത് കളിക്കുന്നതല്ലേ, അവരുടെ കളിപ്രായമല്ലേ. പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കണം, തല്ലി പഠിപ്പിക്കേണ്ടത് തല്ലി പഠിപ്പിക്കണം. മോള് പോയി കളിച്ചു. ഏതായാലും വിപിന്റെ അച്ഛൻ അങ്ങനെ ഒരു നല്ല മനസ്സ് തോന്നിയല്ലോ. മോളെ ഇനി ഇടയ്ക്കിടയ്ക്ക് കൂട്ടിക്കൊണ്ടു വരാന്ന് അങ്കിള് പറഞ്ഞിട്ടുണ്ട്. ഹരിയുടെ സന്തോഷം ഒന്ന് കാണായിരുന്നു അമ്മേ. സന്തോഷമല്ല, ശരിക്കും പറഞ്ഞ എനിക്ക് സങ്കടമാണ്. കൃഷിയുടെ തിരക്കുകളൊക്കെ ആയിട്ട് ഞാൻ ചിലതൊക്കെ മനസ്സിന്റെ ഓരത്തെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ എല്ലാം കൂടെ വന്ന് തൊട്ടുണർത്തിയിട്ടങ്ങ് പോയി. എന്താടാ ഇത്? എന്തായാലും വീണ പോയെടുത്ത് ഒരു മനുഷ്യപ്പറ്റുള്ള ഒരാളെങ്കിലും ഉണ്ടല്ലോ. നിനക്ക് കല്യാണിയെ കാണണമെന്ന് പറയുമ്പോ ആ മനുഷ്യന്റെ സഹായം ഉണ്ടാവില്ലേ? ഇനി നീ ഇത് പറഞ്ഞ് വിഷമിക്കാനൊന്നും നിൽക്കണ്ട. ഇല്ലാണ്ടി, അല്ല പറഞ്ഞു വന്നപ്പോ അങ്ങനെ ആയിപ്പോയെന്നേ ഉള്ളൂ. നാളെ മുതലേ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റുകളിലും മറ്റും കൊടുത്ത സാധനങ്ങളുടെ റിട്ടേൺസ് നമുക്ക് വന്നു തുടങ്ങും. അപ്പൊ ഇനി എന്തൊക്കെയാ നമ്മുടെ പരിപാടി? അത് എന്ത് പരിപാടി? റിട്ടേൺസ് വന്നു കഴിഞ്ഞാ ഹരി തന്നതൊക്കെ നോക്കിയാ മതി. അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അല്ല, ഈ റിട്ടേൺസ് വന്നു തുടങ്ങുമ്പോ നമുക്ക് ചെറുതായിട്ടെങ്കിലും ഒന്ന് ആഘോഷിക്കണ്ടേ? വേണം വേണം. ആന്റി പറ, ആന്റിക്ക് എന്താ വേണ്ടേ? എന്റെ പൊന്നു മോനെ, ഒന്ന് നിലത്ത് ചവിട്ടി ഉറച്ച് നിൽക്കാറാവട്ടെ. എന്നിട്ട് വരുന്ന കാശൊക്കെ എടുത്ത് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ തീർക്കാം. അത് ശരിയാവില്ല. അല്ല, നമുക്കിപ്പോ കിലോ കണക്കിന് പൊന്നും മണ്ടൊന്നും വേണ്ടല്ലോ. എന്തെങ്കിലും ഒരു സന്തോഷത്തിന്. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാ അമ്മയ്ക്കൊരു സാരി എടുത്താ മതി. കൊറേ നാളായി എന്തെങ്കിലും ഒന്ന് പുതിയത് വാങ്ങിച്ചിട്ട്. അയ്യോ, അപ്പൊ ഫിക്സ്. ഇനി അമ്മാവൻ എന്താ വേണ്ടത്? എനിക്കാ? അതെ, ഞാനേ ഈ ചപ്ലാഞ്ചി വേഷമൊക്കെ മാറ്റിയിട്ട് ഷോർട്ടും കൂട്ടും, അല്ല കോട്ടും സൂട്ടും അതൊക്കെ ഇട്ട് ഷൈൻ ചെയ്ത് നിൽക്കണം. എങ്ങനെയുണ്ടാവും? അപ്പൊ ബെസ്റ്റ് ആയിരിക്കും. കോട്ട് സൂട്ടൊക്കെ ഇട്ട് പാടത്തേക്ക് വന്നാലേ അവിടെ കോലായിട്ട് നിർത്താം. കണ്ട കണ്ട സുജാതെ, മോളുടെ സ്വഭാവം പറഞ്ഞ കണ്ട. അച്ഛനോടും അമ്മയോടും കളി പറയുന്നതിനെ ഒരു നിയന്ത്രണം. അതെ, ഞാൻ അമ്മാവന് നല്ലൊരു വാച്ച് വാങ്ങിച്ചരാം. അല്ല, അത് കുഴപ്പമില്ലാത്തൊരു ഐഡിയ ആണ്. അല്ല, അപ്പോ സമയമൊക്കെ ഒന്ന് തെളിഞ്ഞല്ലോ, അപ്പോ നോട്ടവും സുഖകരമായിരിക്കും. ശരവണന് എന്താ വേണ്ടേ? ശരവണനോ? ഞാൻ പറയാം. ശരവണന് വേണ്ടത് ഒരു കല്യാണവാ. അല്ലേ സുജാതെ? അത് വേണമെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇല്ലയോ? പോങ്ങ സാർ, എനിക്ക് കല്യാണം ആദ്യം ഇതൊന്നും വേണ്ട. എന്നോട് ലൈഫ് ഇതുമാതിരി പോയാ പോതും. ശരി, എന്നാലും തനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്നൊന്ന് പറ. എന്നാ സാർ? ഇനി ഹരി, ഞാൻ കുറച്ച് കാശ് തരാം. എന്നിട്ട് നമുക്ക് ശരവണന് ചെറിയൊരു മാല വാങ്ങാം. ശരവണ, അത് എന്റെ ഒരു ആഗ്രഹമാണ്. എന്നമ്മ ഇത്? ഉങ്ങളോட கையில் காசு டைட்டு தானே, அதுக்குள்ள எதுக்கம்மா மாலையெல்லாம்? ഒരു നൂല് പോലത്തെ മാല ഉണ്ടാവൂ. അപ്പൊ ശരവണന്റെ കാര്യം ഓക്കെ.
ആ ഇനി വാ. എന്റെ വൈഫിന് എന്താ വേണ്ടെന്ന് പറ. ആദ്യം എന്റെ ഭർത്താവിന്റെ ഐഡി കേക്കട്ടെ, പറ. ആ അത് വേണ്ട, താനൊന്ന് പറഞ്ഞാ മതി. അതൊന്നും പറ്റില്ല, ഹരി തന്നെ ആദ്യം പറഞ്ഞാ മതി. എടോ പറ. ഇല്ല, ഹരി തന്നെ ആദ്യം പറഞ്ഞാ മതി. താൻ ആദ്യം പറയാതെ ഞാൻ ആരെങ്കിലും ഒന്ന് പറ. സുജാതെ, ഈ അസുഖം എന്താണെന്ന് മനസ്സിലായ? ഇല്ല. ആ ഇപ്പോ ഇവിടെ വെച്ച് ഇവർ രണ്ടുപേരും തല്ലുകൂടും. എന്നിട്ട് ചെന്നിരുന്നിട്ട് രണ്ടുപേര് രഹസ്യമായിട്ട് ആഗ്രഹങ്ങൾ ചോദിക്കാൻ വേണ്ടിട്ടാ. അത് നമ്മൾ കേൾക്കാൻ പാടില്ല. ഏതാ? അല്ലെ നിത്യ മോളെ? ഒന്ന് പോ അമ്മാവാ, എന്റെ മനസ്സിലൊന്നും വരാനില്ല. ആ അത് നിങ്ങൾ തനിച്ചിരിക്കുമ്പോഴേ താനെ മനസ്സിൽ വന്നോളൂ കേട്ടാ. എന്തായാലും മനസ്സിനിപ്പോ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഓ നമ്മളൊക്കെ ഇപ്പൊ മനസ്സറിഞ്ഞു ചിരിക്കുന്നുണ്ട്, അല്ലേ രാമകൃഷ്ണേട്ടാ? സുജാതെ, ഈ മനുഷ്യന്റെ കാര്യവും പ്രകൃതിയുടെ കാര്യവും ഒരുപോലെ തന്നെയാ. ചിലപ്പോ മഴക്കാറ് വരും, ചിലപ്പോ പൊള്ളുന്ന വെയില് വരും, ചിലപ്പോ കുത്തിയൊലിച്ച് വെള്ളപ്പൊക്കവും വരും. പക്ഷേ എന്തൊക്കെ കഴിഞ്ഞാലും അതിനുശേഷം ഒരു ശാന്തത വരും. ദാ നമ്മളിപ്പോ അനുഭവിക്കുന്നത് പോലെ. ശരിയല്ലേ? പറ. എന്ത്? എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ അത് ഇപ്പോഴത്തെ കാര്യമല്ല. പിന്നെ എപ്പോഴത്തെ? നമ്മുടെ നന്മ പ്രൊഡക്റ്റ് ഇവിടം വിട്ട് കേരളം മൊത്തം നിറഞ്ഞു കഴിഞ്ഞിട്ട് ഹരി എന്ന കർഷകന്റെ അത്ഭുത വിജയത്തെക്കുറിച്ച് പത്രങ്ങളും മീഡിയാസൊക്കെ എഴുതി കഴിഞ്ഞിട്ടുള്ള കാര്യം. ആ അപ്പൊ നടക്കാത്ത കാര്യമാണല്ലേ? ആ എന്താ നടക്കാത്തെ? ഇപ്പോഴത്തെ കാലത്തെ നല്ലൊരു പച്ചക്കറി കൊടുത്താൽ പോലും ദൈവദൂതനെ പോലെ ആൾക്കാർ കാണുന്ന. അല്ല, നമ്മുടെ ഉല്ലാസല്ലേ, നമ്മുടെ പുസ്തകം പ്രസിദ്ധീകരിച്ച ഉല്ലാസിനോട് ഇപ്പൊ വിളിച്ചൊന്ന് പറഞ്ഞാ മതി. ഇപ്പൊ തുടങ്ങല്ലോ മീഡിയ കവറേജ് ഒക്കെ. അതൊന്നും വേണ്ട. കൃത്രിമമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പബ്ലിസിറ്റിയും നമുക്ക് വേണ്ട. നമ്മുടെ പ്രോഡക്റ്റ് നല്ലതാണെന്ന് തോന്നി വാങ്ങാൻ ആൾക്കാരുണ്ടെങ്കിൽ അത് അങ്ങനെ അങ്ങ് പരക്കട്ടെന്നേ. ആ പിന്നെ നമ്മുടെ ഐഡിയാസ് ഒന്നും വിടണ്ട. ശരി, ഇനിയിപ്പൊ അങ്ങനെയൊക്കെ ആയെന്ന് തന്നെ വെച്ചോ. അതൊക്കെ കഴിഞ്ഞ് ഈ പത്രങ്ങളും മീഡിയാസ് ഒക്കെ കൂടി എന്നെ ഒരു സിംഹാസനത്തിൽ ഇരുത്തി എന്ന് വിചാരിക്കുക. തന്റെ പ്ലാൻ പറ. ചിരിക്കരുതേ. ഇല്ല. ഒന്ന് ഇപ്പൊ ജോലി എടുക്കുമ്പോ എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് ചോറ് പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് വരിക. നമുക്ക് സൗകര്യങ്ങളൊക്കെ ആയാല് അത് നിർത്തണം. എല്ലാവർക്കും ഭക്ഷണം നമ്മൾ തന്നെ പാചകം ചെയ്തിട്ട് സൗജന്യമായിട്ട് കൊടുക്കണം. അതൊരു ഗുഡ് ഐഡിയ. മധുര നൊമ്പരക്കാറ്റ്